നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi. Life Easy. ബാർകോഴ കേസിൽ റഫർ റിപ്പോർട്ട് കോടതിയിൽ. കെ എം മാണിക്കെതിരായ കണ്ടെത്തൽ ഒഴിവാക്കിയില്ല എന്ന് സൂചന. വിജിലൻസിനെ സ്വതന്ത്രമാക്കാനുള്ള സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാരിന്റെ അപ്പീൽ. ഏറ്റെടുത്ത മദ്യത്തിന്റെ പണം ആവശ്യപ്പെട്ട് ബാർ ഉടമകൾ ഹൈക്കോടതി. വിഴിഞ്ഞം പദ്ധതി അദാനിക്ക് നൽകിയതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് അതൃപ്തി. സർക്കാർ വഴിവിട്ടിടപെട്ടു എന്ന് വിമർശനം. നാഥനില്ലാത്ത വാർത്തയ്ക്ക് മറുപടിയില്ലെന്ന് മുഖ്യമന്ത്രി. ആരും പറയാതെ നാഥനില്ലാത്ത കാര്യത്തിന് ഞാൻ മറുപടി പറയാൻ. ഉമ്മൻചാണ്ടിക്ക് കച്ചവട ലക്ഷ്യമെന്ന് കോടിയേരി. പാഠപുസ്തകം അച്ചടി സ്വകാര്യ പ്രസ്തുകളെ ഏൽപ്പിക്കും. അച്ചടി വകുപ്പ് സെക്രട്ടറിക്ക് വിയോജിപ്പ്. ഓണപരീക്ഷ ഓണത്തിന് ശേഷം മാത്രം. SFI സംഘർഷം. നിയമസഭയിലും പ്രതിപക്ഷ പ്രതിഷേധം. മധ്യപ്രദേശിലെ വ്യാപം അഴിമതിയിൽ ഇന്നും ദുരൂഹ മരണം. അന്വേഷകർ ചോദ്യം ചെയ്ത പോലീസുകാരനും മരിച്ചു. CBI അന്വേഷണത്തിന് തയ്യാറെന്ന് മധ്യപ്രദേശ് സർക്കാർ. തുടർമരണങ്ങൾ അസ്വാഭാവികമെന്ന് SIT മേധാവി. പ്രേമം പൈറസി കേസിൽ 3 +2 വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. റിലീസായി 2 ദിവസത്തിനകം ചിത്രം അപ്ലോഡ് ചെയ്തുവെന്ന് പോലീസ്. സെൻസർ കോപ്പി ചോർത്തിയവരെ രക്ഷിക്കാനുള്ള നാടകമെന്ന ആക്ഷേപം. ബാർകോഴ കേസിലെ മാണിക്കെതിരായ കുറ്റപത്രം നൽകാനുള്ള തെളിവുകൾ അപര്യാപ്തമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള റഫർ റിപ്പോർട്ട് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചു. തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതിയിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. മാണിക്കെതിരെ കുറ്റപത്രമില്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ റിപ്പോർട്ടിനൊപ്പം ഉള്ളതായാണ് സൂചന. ബാറുടമകളിൽ നിന്നും കെ എം മാണി പണം വാങ്ങിയതിന് സാഹചര്യ തെളിവുകളുണ്ടെന്നും കുറ്റപത്രം നൽകണമെന്നുമുള്ള വസ്തുതാവിവര റിപ്പോർട്ട് അന്വേഷണ സംഘം തയ്യാറാക്കിയെങ്കിലും കുറ്റപത്രം നൽകേണ്ടെന്നായിരുന്നു വിജിലൻസ് ലീഗൽ അഡ്വൈസർ അഗസ്റ്റിന്റെ നിയമോപദേശം. ഇത് വിജിലൻസ് ഡയറക്ടർ അംഗീകരിച്ച് കുറ്റപത്രം നൽകാൻ തക്ക തെളിവുകളില്ലെന്ന നിലപാട് കോടതിയെ അറിയിക്കാൻ അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി. മാണിക്കെതിരായ കണ്ടെത്തലുകൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് റഫർ റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു വിജിലൻസിന്റെ ലീഗൽ അഡ്വൈസർ അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ ആവശ്യം അന്വേഷണ സംഘം തള്ളി. സാഹചര്യ തെളിവുകളുണ്ടെന്നും കുറ്റപത്രം നിലനിൽക്കില്ലെന്നുമുള്ള റിപ്പോർട്ടാണ് വിജിലൻസിന്റെ അന്വേഷണ സംഘം ഇന്നുച്ചയ്ക്ക് കോടതിയിൽ സമർപ്പിച്ചതെന്നാണ് സൂചന. അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളെല്ലാം റിപ്പോർട്ടിലുണ്ടെന്നും സൂചനയുണ്ട്. വിജിലൻസിന്റെ ഈ നിലപാടിന്മേൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ്. കോടതി വിജിലൻസിന്റെ ആവശ്യം അംഗീകരിച്ചാലും ബാർകോഴ കേസിൽ വരാൻ പോകുന്നത് വലിയ നിയമപോരാട്ടങ്ങൾ തന്നെയാകും. വിജിലൻസ് ഇന്ന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നാളെ മാത്രമേ പുറത്തു വരികയുള്ളൂ. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം VS സുനിൽകുമാർ, ആന്റണി രാജു, ഒപ്പം തന്നെ ബിജു രമേശ് എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ശ്രീ ആന്റണി രാജു, അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കണ്ടെത്തൽ പൂർണ്ണമായും ഇപ്പോൾ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ കാണുന്നു. അതിൻ്റെ അർത്ഥം കോടതിയോട് അനുമതി ചോദിക്കുന്നത് പോലെയാണ്. അസ്വാഭാവികത സംശയിക്കുന്നുണ്ടോ താങ്കൾ? ഒരിക്കലുമില്ല. കോടതിയോട് അനുമതി ചോദിക്കുന്നതായിട്ടാണ് ദുർവ്യാഖ്യാനം ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ഈ കേസിൽ ആദ്യം മുതലുണ്ടായ ആരോപണം കെ എം മാണി കൈക്കൂലി കോഴ വാങ്ങി എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു ആരോപണത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ് നടന്നത്. ആ അന്വേഷണത്തിൽ അന്തിമമായി അന്വേഷണ ഉദ്യോഗസ്ഥന് കൊടുക്കേണ്ട റിപ്പോർട്ട് കെ എം മാണി കോഴ വാങ്ങിയതായി തെളിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? ഇത് രണ്ടിൽ അസന്നിഗ്ധമായ ഒന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് പറഞ്ഞേ പറ്റൂ കോടതിയുടെ മുമ്പിൽ. അതിലാണിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ കേസിൽ കെ എം മാണിക്കെതിരെ ഉണ്ടായ ആരോപണം ശരിയല്ല. അത് തെളിയിക്കാൻ പര്യാപ്തമായ യാതൊരു തെളിവും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് റെഫർ ചെയ്യേണ്ടതാണ് എന്നുള്ള റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, ശ്രീ അഗസ്റ്റിൻ ഒരു ലീഗൽ അഡ്വൈസർക്ക് ഇന്ന കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ബാക്കിയെ കൊടുക്കാൻ പാടുള്ളൂ, അങ്ങനെയൊന്നും എഴുതാനുള്ള അധികാരം ഒരു ലീഗൽ അഡ്വൈസർക്കില്ല. ലീഗൽ അഡ്വൈസർക്ക് വളരെ പരിമിതമായ അധികാരങ്ങൾ മാത്രമാണുള്ളത്. നിയമപരമായി നിലനിൽക്കുന്ന തെളിവുകളുണ്ടോ, ഇത് ഇന്ന വകുപ്പുകളിട്ട് കുറ്റപത്രം കൊടുക്കാനുള്ള തെളിവുകളുണ്ടോ, അല്ലെങ്കിൽ റഫർ റിപ്പോർട്ടാണോ കൊടുക്കേണ്ടത്, ഫാക്ച്വൽ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം കോടതിയുടെ മുമ്പാകെ നിയമപരമായി നിലനിൽക്കുന്നതാണോ അല്ലയോ എന്നുള്ള ഉപദേശം കൊടുക്കുക മാത്രമാണ് നിയമോപദേശകന്റെ ജോലി. മാത്രമല്ല, ഈ കേസിൽ അഗസ്റ്റിൻ മാത്രമല്ല, ഇന്ത്യയിൽ അറിയപ്പെടുന്ന പ്രഗത്ഭരായ 2 അഭിഭാഷകർ നാഗേശ്വർ റാവുവും പരാശരനും എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വ്യക്തമാണല്ലോ. അതൊക്കെ തന്നെയും ബിജു രമേശ്, 50-ലധികം പേജുകളുണ്ട്. എന്തൊക്കെയാണോ കോടതിക്ക് തീരുമാനമെടുക്കാൻ ആവശ്യം അതെല്ലാം റഫർ റിപ്പോർട്ടിലുണ്ട് എന്നുള്ളത് പ്രാധാന്യം അർഹിക്കുന്നു എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും കേസ് ചാർജ് ചെയ്യുന്നതിനുള്ള സാധനങ്ങളെല്ലാം തന്നെ അതിന്റെ അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. ഇത് ഈ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഈ തിരിച്ച് റഫർ റിപ്പോർട്ട് എഴുതിക്കുക എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ വരുന്നത്.
നമ്മൾ തന്നെ പലപ്പോഴും ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ എനിക്ക് ഇത് പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ ഇതിന്റെ പുറകെ പോയതിനിടയിൽ ഇപ്പം ഒരു ക്രിമിനൽ കേസ് എനിക്കെതിരെ ഫയൽ ചെയ്തു, കെ ബാബു. അല്ലാതെ ഒരു കേസ് ഫയൽ ചെയ്തു. രണ്ടാമത് ഇപ്പം മാണി സാറിന്റെ ഒരു 10 കോടി രൂപയുടെ കേസ് വന്നു. മൂന്നാമത് ഇപ്പൊ എന്റെ ഒരു കെട്ടിടം ആദ്യം പുറമ്പോക്കിലാണെന്ന് പറഞ്ഞ നോട്ടീസ് വന്നു. അത് ഞാൻ കോടതി ആ നോട്ടീസ് പിൻവലിച്ചു. അതൊക്കെ അനുഭവിച്ചു കൊള്ളുക ശ്രീ ബിജു രമേശ്. അതിനൊന്നും കരഞ്ഞിട്ട് കാര്യമില്ല. കാരണം അതൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് ഗവൺമെൻറ്റുകൾ പ്രവർത്തിക്കാറുള്ളത്. എൻ്റെ ചോദ്യം ഇതാണ്, അതായത് കോടതിയുടെ മുമ്പിൽ കൊടുക്കുന്നത് 50-ലധികം പേജുകളാണ്. ഈ 50-ലധികം പേജുകളിൽ എന്തൊക്കെയാണോ ഇതിനകം നടന്നിട്ടുള്ളത് അതെല്ലാം രേഖാമൂലം നൽകിയിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും അതാണ് പറഞ്ഞത്. ഇതൊന്നും ഞങ്ങൾ ഒളിച്ചു വെക്കാൻ പോകുന്നില്ല, ഇതെല്ലാം കോടതിയിൽ കൊടുക്കാൻ പോവുകയാണ്, കോടതിയാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ പോകുന്നത് എന്ന്. വിൻസെന്റ് പോളും അതേ നിലപാടെടുത്തിട്ടാണ് ഇപ്പോൾ DYSP മുഖേന കോടതിയിൽ എത്തിച്ചിരിക്കുന്നത്. ഇതാ എല്ലാ പേപ്പറുകളും നിങ്ങൾ എടുത്തുകൊള്ളുക തീരുമാനം എന്നുള്ളത്. അത് സ്വാഗതാർഹമാണെന്ന് താങ്കളെ പോലുള്ളവർക്ക് പറയേണ്ടി വരും, അല്ലെങ്കിൽ പറഞ്ഞേ തീരൂ. തീർച്ചയായിട്ടും അത് കോടതി കംപ്ലീറ്റ് ഒരു അന്വേഷണത്തിന്റെ പേജുകൾ മുഴുവനായി പരിശോധിക്കുകയാണെങ്കിൽ, അതിന്റെ തെളിവുകൾ കംപ്ലീറ്റ് പരിശോധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കോടതിക്ക് ഇത് തള്ളിക്കളയാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഞാൻ. കോടതി അത് കേസ് തീർച്ചയായിട്ടും കോടതി രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. 100% കേസ് ചാർജ് ചെയ്യപ്പെടും. ഇല്ലെങ്കിൽ അവരുടെ അന്വേഷണത്തിൽ അവർക്ക് തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മറ്റൊരു ഏജൻസി സ്വതന്ത്രമായ ഗവൺമെന്റിൽ അവരുടെ കൈവലയങ്ങൾ ഒതുങ്ങിയ നിന്ന് വ്യത്യസ്തമായ ഒരു സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കാനായിട്ട് അന്വേഷണം വരട്ടെ. പക്ഷേ ആന്റണി രാജു, രമേശ് ചെന്നിത്തലയെ നിങ്ങൾ എപ്പോഴും സംശയിക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ. കാരണം രമേശ് ചെന്നിത്തല KM മാണിയോട് പറഞ്ഞു ഇത് ഒരു ക്വിക്ക് വെരിഫിക്കേഷനിലൂടെ നമുക്ക് അവസാനിപ്പിക്കാം എന്ന്. പിന്നീട് FIR ഇട്ടപ്പോൾ പറഞ്ഞു ഇതാ FIR ഇടാതിരിക്കാൻ വയ്യ, ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയുണ്ട് എന്ന്, അത് നമുക്ക് പെട്ടെന്ന് തീർത്ത് കളയാമെന്ന് പറഞ്ഞ് അവസാനം ഇത് അന്വേഷിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിൽ പൊതുസമൂഹത്തിനെ ആകെ വിശ്വസിപ്പിക്കുന്ന വിധത്തിൽ വിവരങ്ങളെല്ലാം ചോർത്തി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഒടുവിൽ രമേശ് ചെന്നിത്തല എന്ത് ചെയ്തു? എൻ്റെ മേൽ വലിയ തോതിൽ സമ്മർദ്ദമുണ്ടായിരുന്നു. ആരാണ് സമ്മർദ്ദം ചെലുത്താനുള്ളത്? ഒന്നുകിൽ KM മാണി, അല്ലെങ്കിൽ KM മാണിക്ക് വേണ്ടി ഉമ്മൻചാണ്ടി. അത് അദ്ദേഹം ഫേസ്ബുക്കിൽ പല പത്രക്കാരോടാവെല്ലാം പറഞ്ഞിരുന്നെങ്കിൽ പറയാമായിരുന്നു വളച്ചൊടിച്ചതാണ് എന്ന്, ടെലിവിഷൻകാരോടാണ് പറഞ്ഞിട്ടില്ലെങ്കിൽ പറയാമായിരുന്നു മോർഫിയ ചെയ്ത് കളഞ്ഞു എന്ന്. അതൊന്നും പറയാൻ കഴിയില്ല. ഫേസ്ബുക്കിൽ രമേശ് ചെന്നിത്തല അതിനെ എഴുതിയ കാര്യമാണ്. നിയമസഭയിൽ അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. രേഖകളിൽ അതുണ്ട് താനും. അപ്പോൾ ഹോം മിനിസ്റ്റർക്ക് മുകളിൽ സമ്മർദ്ദമുണ്ട്, വിജിലൻസ് ഡയറക്ടർക്ക് മുകളിൽ സമ്മർദ്ദമുണ്ട്, സുകേശൻ എന്ന SP മുകളിൽ സമ്മർദ്ദമുണ്ട്. അങ്ങനെ എല്ലാവരിലും സമ്മർദ്ദം ഉണ്ടാകും. അപ്പോൾ പിന്നെ ഇവരെല്ലാം അന്വേഷിച്ച് കണ്ടെത്തിയ റിപ്പോർട്ട് 50-55 പേജുകളിലായി. ഇത് വെറുതെ അങ്ങ് റെഫർ ചെയ്ത് കളയാനാണെങ്കിൽ 2 കടലാസ് കൊണ്ട് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ 50-55 പേജുകളായി അവിടെ കൊണ്ടു കൊടുക്കുന്നത് KM മാണി സംശയത്തോടെ കാണണം, രമേശ് ചെന്നിത്തല വീണ്ടും ഞങ്ങളെ ചതിക്കാൻ പോവുകയാണ് എന്ന്. ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും ADGP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും പ്രസംഗങ്ങളെ, വാക്കുകളെയൊക്കെ എല്ലാവരുടെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രി അദ്ദേഹം സമ്മർദ്ദത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചല്ലോ. അദ്ദേഹം പറഞ്ഞെന്താണ്, എനിക്ക് ഇതുപോലൊരു പ്രധാനപ്പെട്ടൊരു കേസിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ് ഉണ്ടായെന്നുള്ളത് അദ്ദേഹം ക്ലിയർ ചെയ്തതാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് KM മാണിയുടെ സമ്മർദ്ദം ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടിയുടെ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിൽ ചിലരൊക്കെ കാണിക്കുന്ന താല്പര്യം കാണുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആന്റണി രാജു അത് വ്യക്തമാക്കി പറയും. നമുക്ക് വേണമെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്നുകൂടി എടുക്കാം. സാഹചര്യ സമ്മർദ്ദം ആന്റണി രാജുവിന് സഹായമായി പറയാം. അല്ല, ആന്റണി രാജുവിന് സഹായമായ ഒരു കാര്യം ഇവിടെ നികേഷ്, ശ്രീ സുനിൽകുമാർ, ബിജു രമേശിന്റെ അഭിഭാഷകര് 4 പേരും ഒരു ഭാഗത്തിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് പറയാൻ എനിക്ക് നിങ്ങളെടുക്കുന്ന സമയത്തിന്റെ ഒരു 1/3 സമയമെങ്കിലും എനിക്ക് തരണ്ടേ? ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ പെട്ടെന്ന് അതിനെ നിരുപാധികം എങ്ങനെയാണ് ആണോ അല്ലയോ എന്നുള്ളത് പറയും. ഞാൻ പറയാം. നിരുപാധികം തള്ളിക്കളഞ്ഞത് ആഭ്യന്തര മന്ത്രി തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു എനിക്ക് KM മാണിയുടെയോ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരുടെ സമ്മർദ്ദമല്ല, മറിച്ച് സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുപോലെ ജേക്കബ് തോമസ് ഒരിക്കലും സമ്മർദ്ദം എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചില്ല. അദ്ദേഹം ഒരു പ്രമുഖ ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ കേസിൻ്റെ അന്വേഷണ വേളയിൽ പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു. പ്രതിബന്ധങ്ങളെ ഇവിടെ ഇപ്പോൾ പറഞ്ഞ് നമ്മൾ സമ്മർദ്ദമെന്ന് വ്യാഖ്യാനിച്ചു തുടങ്ങി. അതുപോലെ തന്നെ ഇവിടെ സുനിൽകുമാർ പറഞ്ഞല്ലോ, ഈ
കേസിൽ അന്വേഷണം എല്ലാം പൂർത്തിയാക്കി, എല്ലാ തെളിവെല്ലാം ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ ആദ്യം മുതൽ ഈ കേസ് കഴിഞ്ഞ 9 മാസക്കാലം ഞാൻ പറഞ്ഞ നിയമപരമായ കാര്യമല്ലേ ഇന്ന് ഏറ്റവും ഒടുവിൽ നാഗേശ്വർ റാവുവും അതുപോലെ തന്നെ പരാശരൻ ഉൾപ്പെടെ അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള നിയമോപദേശന്മാർ നൽകിയത്? ഒരു കാരണവശാൽ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ പരിധിയിൽ നിൽക്കുന്ന ഒരു ഒഫൻസ് ഈ കേസിൽ തെളിയിക്കാൻ ഒരു സ്ക്രാപ്പ് ഓഫ് പേപ്പർ ഇല്ല. അങ്ങ് നികേഷ് ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഈ കേസിൽ റഫർ ചെയ്യണമെങ്കിൽ 2 കടലാസ് കൊടുത്താൽ പോരാ. ഈ കേസിൽ വിജിലൻസിന്റെ അന്വേഷിക്കുന്ന കേസിൽ റഫർ ചെയ്യണമെങ്കിലും കുറ്റപത്രം കൊടുക്കണമെങ്കിലും ഒരു ഫൈനൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് കേസ് അന്വേഷണത്തിന്റെ പൂർണ്ണ രൂപം മാത്രം പോരാ, അതിന്റെ എല്ലാ ഡോക്യുമെന്റ്സും കോടതിയുടെ മുമ്പ് കൊടുക്കണം. ഞങ്ങൾ അന്നേ പറഞ്ഞല്ലോ, ഞങ്ങൾ വിജിലൻസിന്റെ അന്വേഷണത്തെ എന്താണെങ്കിലും ഞങ്ങൾ അംഗീകരിക്കാം, കോടതി എന്ത് തീരുമാനിക്കുന്നോ ഞങ്ങൾ അംഗീകരിക്കാം. പക്ഷേ ശ്രീ സുനിൽകുമാർ അന്നും പറഞ്ഞു, കോടതി എന്താണ് തീരുമാനിക്കണം ഞങ്ങൾ കാണട്ടെ. കാരണം അവർക്ക് അങ്ങനെ പറയാൻ കഴിയും. കാരണം പണ്ട് കോടതി എതിരായി തീരുമാനിച്ചപ്പോൾ ഹൈക്കോടതി ജഡ്ജിയെ നാട് കടത്തിയവരാണ് ഇവർ പ്രതീകാത്മകമായി. അതുകൊണ്ട് അവർക്ക് അനുകൂലമാണെങ്കിൽ കോടതി ശരി, അവർക്ക് പ്രതികൂലമാകുമ്പോൾ ശരി. ഒരു മധ്യരാജാവിന്റെ ജൽപ്പനം കേട്ട് ഈ രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്ന VS അച്യുതാനന്ദനും VS സുനിൽകുമാറും ഒക്കെ ജനങ്ങളോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജുഡീഷ്യറിയും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന വിജിലൻസിന്റെയും ഒക്കെ പ്രവർത്തനത്തെ അംഗീകരിക്കുവാനാണ് ഇനിയെങ്കിലും നിങ്ങൾ കോടതിയിൽ പോകുന്നവർ ഞങ്ങൾ നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷേ മൊബൈൽ ടവർ, 2 ഗാർഡ് റൂം രജിസ്റ്റർ, അമ്പിളിയുടെ മൊഴി, അങ്ങനെ നിരവധി കാര്യങ്ങൾ തെളിവുകളായി നമ്മുടെ അഡ്വക്കേറ്റ് ഉദയഭാനു, അങ്ങനെയുള്ള മൊഴികളോ അങ്ങനെയുള്ള തെളിവുകളോ പോരാ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാദമായി ആന്റണി രാജു വളരെ നേരത്തെ തന്നെ ഉന്നയിക്കുന്നത്. അതാണല്ലോ ഇപ്പോൾ വിൻസൻ എംപോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ വിജിലൻസ് കോടതിയുടെ മുന്നിലെത്തിയിരിക്കുന്നു. വിജിലൻസ് കോടതിയെ സംബന്ധിച്ചിടത്തോളം വിജിലൻസ് നൽകുന്ന റിപ്പോർട്ടിനാണോ പ്രാമുഖ്യം? അവിടെ നടക്കുന്ന അതായത് VS സുനിൽകുമാറിനെ പോലെയോ അല്ലെങ്കിൽ VS അച്യുതാനന്ദനെ പോലുള്ളവയോ പുറത്തുനിന്ന് വന്ന് വാദിക്കുന്ന കാര്യങ്ങൾക്കാണോ മുൻഗണന നൽകുക? അവിടെ എത്തിയിട്ടുള്ള തെളിവുകൾക്കാണ് ശ്രീ നികേഷ് പ്രാധാന്യം. അവിടെ ഇപ്പോ അന്വരാജ് സാറ് അത് അദ്ദേഹത്തിന്റെ സൗകര്യപൂർവ്വം വളച്ചൊടിച്ച് അദ്ദേഹം അത് സ്വായത്തമാക്കി അങ്ങ് അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നികേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടവർ ലൊക്കേഷനുകൾ, അതേപോലെ തന്നെ ബിജു രമേശ് സമർപ്പിച്ച ഓഡിയോ കാസറ്റിലുണ്ടായിരുന്ന ശബ്ദത്തിന്റെ സാമ്യതയും അതേപോലെ തന്നെ വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർ റെക്കോർഡ് ചെയ്തപ്പോ ഉണ്ടായ ആ സാമ്യവും ശബ്ദത്തിന്റെ രാജ്കുമാർ ഉണ്ണി അടക്കമുള്ള അബ്കാരി കോൺട്രാക്ടർമാരുടെ ഇതെല്ലാം കൂടി ഈ പരിശോധന വിധേയമാക്കേണ്ടതുണ്ട്. അത് പരിശോധനാ വിഷയവുമാണ്. അതെല്ലാം തന്നെ ഇപ്പൊ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച രേഖകളോടൊപ്പം ഉണ്ട്. അതെല്ലാം പരിശോധിക്കാൻ കോടതിക്ക് അവസരമുണ്ട്. ആന്റണി രാജു, അതാണ് ആഭ്യന്തരമന്ത്രിയും വിജിലൻസ് ഡയറക്ടറും സുകേശനും സമ്മർദ്ദമാണ് എന്ന് പറയുക എന്നതിനപ്പുറത്തേക്ക് ഈ വിഷയം കോടതിയിൽ വന്നപ്പോൾ വിജിലൻസ് സ്വതന്ത്രമാകണം എന്ന ആശയം പോലും കോടതി മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഇന്ന് അതിനെതിരെ സംസ്ഥാന സർക്കാർ അപ്പീൽ പോയപ്പോൾ പറഞ്ഞത് ഈ കേസ് പരിഗണിക്കുമ്പോൾ വിജിലൻസ് സ്വതന്ത്രമാകണം എന്ന് കോടതി പറഞ്ഞത് ശരിയായില്ല എന്നാണ്. കോടതി അന്ന് വിജിലൻസ് സ്വതന്ത്രമാകണമെന്ന ആശയം മുന്നോട്ട് വെച്ച് അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചപ്പോൾ പറഞ്ഞത് ഇത് ഏതെങ്കിലും ഒരു കേസിൻ്റെ കാര്യത്തിലല്ല ഞങ്ങൾ പറയുന്നത് എന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇന്ന് സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകിയപ്പോൾ പറയുന്നത് അങ്ങനെ ആ കേസ് പരിഗണിച്ചപ്പോൾ വിജിലൻസ് സ്വതന്ത്രമാക്കണമെന്ന് പറഞ്ഞത് ശരിയായിട്ടില്ല എന്നാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് ഉള്ളിൽ ഇത് തോന്നുന്നു വിജിലൻസ് സ്വതന്ത്രമാക്കണം എന്ന് പറഞ്ഞത് ഈ കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത്. അല്ല, ഇതിനെ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ വിധി ഇപ്പോൾ സിംഗിൾ ജഡ്ജിൻ്റെ ഒരു പരാമർശം അതേക്കുറിച്ച് അമിക്കസ് ക്യൂറിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും അന്തിമമല്ല. അതിനെതിരെ അപ്പീലും വന്നിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ നമുക്കൊക്കെ ഒരു പൊതുവായ ഒരു ചില നിഗമനങ്ങളുണ്ട് വിജിലൻസിനെ കുറിച്ചൊക്കെ. അതിപ്പോൾ നമ്മൾ പാർട്ടികൾ മാറി മാറി വരാം, മുന്നണികൾ മാറി മാറി വരാം, നമുക്കൊരു പക്ഷേ അനുകൂലമായോ പ്രതികൂലമായോ വിജിലൻസിൻ്റെ തീരുമാനങ്ങളും നിഗമനങ്ങളും വരാം. നമുക്ക് അനുകൂലമായി വന്നാൽ വിജിലൻസ് നിഷ്പക്ഷമാണ്, പ്രതികൂലമായി വന്നാൽ അത് നിഷ്പക്ഷമല്ല എന്നുള്ള വ്യാഖ്യാനം ഉദയഭാനു സാറിനെ പോലെയുള്ള ഒരു പ്രഗത്ഭനായ അഭിഭാഷകൻ നടന്നത് ശരിയില്ല. കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾക്കൊക്കെ, എനിക്കും സുനിൽകുമാറിനും ഒക്കെ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. പക്ഷേ നമ്മുടെ ഉദയഭാനു സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു കക്ഷിക്ക് വേണ്ടി വാദിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ചില യാഥാർത്ഥ്യങ്ങൾ, ചില നഗ്നമായ സത്യങ്ങളെ രാഷ്ട്രീയമായ ചുവയോടുകൂടി അദ്ദേഹം മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും അത് ഒരു ഭൂഷണമല്ല എന്നെനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല.
മാത്രമല്ല ഈ കേസിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതലേ ഞങ്ങളെടുത്ത നിലപാട്, ഞങ്ങൾ ഈ കേസിൽ ജനാധിപത്യ സംവിധാനത്തിൽ ജുഡീഷ്യറിയെയും വിജിലൻസിനെയും കോടതിയെയും ഒക്കെ പരിപൂർണമായി ഞാൻ അംഗീകരിക്കും. ഞങ്ങൾക്ക് നേരത്തെ അറിയില്ലായിരുന്നല്ലോ, ഇപ്പോൾ തന്നെ നാളെ കോടതി ഈ കേസിൽ എന്ത് തീരുമാനമെടുക്കാൻ പോകുന്നെന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം ജുഡീഷ്യൽ സ്ക്രൂട്ടണിയാണ് നടക്കാൻ പോകുന്നത്. എല്ലാ രേഖകളും പരിശോധിച്ച് ഞങ്ങളിപ്പോൾ മുൻകൂറായി പറയുന്നു, ജുഡീഷ്യൽ സ്ക്രൂട്ടണിയിലൂടെ കോടതി എത്തിച്ചേരുന്ന നിഗമനങ്ങൾ, കോടതി എടുക്കുന്ന നിലപാട്, കോടതി എടുക്കുന്ന തീരുമാനം ഞങ്ങൾ പരിപൂർണമായി അംഗീകരിക്കുന്നു. പക്ഷേ അങ്ങനെ അംഗീകരിക്കുമെന്ന് പറയാനുള്ള നട്ടല് ശ്രീ സുനിൽകുമാറിനോ ഉദയഭാനു സാറിനോ ഉണ്ടോ? എന്തുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു? അത് നിങ്ങൾ ഇതിനെയൊക്കെ സംശയത്തോടെ നോക്കിക്കാണുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് ഗുണകരമായി ഈ വിധി വരില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അതിനെ മുൻകൂറായിട്ട് അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പറയാനുള്ള ആർജവം ഇല്ലാതെ പോകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിവിടെ അവസാനിക്കില്ല എന്ന് സുനിൽകുമാർ പറഞ്ഞല്ലോ. അവർ പോട്ടെ, ഹൈക്കോടതിയിൽ പോട്ടെ, സുപ്രീം കോടതിയിൽ പോട്ടെ, പക്ഷേ ഏത് കോടതിയിൽ പോയാലും കോടതിയുടെ നിഗമനങ്ങൾ എന്താവുന്നുള്ള ഞങ്ങൾക്ക് നല്ല നിശ്ചയം. സുനിലെ പിന്മാറണം. കോടതി പറയുകയാണ് ഈ കേസിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ ആരോപണം ഉന്നയിച്ച സുനിൽ പിന്മാറണമെന്ന് നമുക്ക് പറയാം. അതേസമയം മാണിക്കെതിരെ കേസെടുക്കണം എന്നാണ് കോടതി പറയുന്നതെങ്കിൽ സുനിൽ പറയുന്നത് ഇത് വിജിലൻസ് കോടതിയിൽ നിൽക്കില്ല, പക്ഷേ സ്വാഭാവികമായ നടപടി എന്നുള്ള നിലയിൽ വിജിലൻസ് കോടതി വഴി മാത്രമേ ഹൈക്കോടതിയിലേക്ക് പോകാൻ കഴിയൂ എന്നാണ്. ഹൈക്കോടതി വരെ പോകുന്ന ഘട്ടത്തിൽ KM മാണിക്കെതിരെ കേസെടുക്കണമെന്ന ആശയമാണ് കോടതി മുന്നോട്ട് വെക്കുന്നത് എങ്കിൽ KM മാണി എന്ത് ചെയ്യും? ഞങ്ങൾ ആ ജുഡീഷ്യറിയുടെ കോടതിയുടെ വിധിയെ ഞങ്ങൾ അംഗീകരിക്കും. നിങ്ങൾ അംഗീകരിക്കുന്നു പറയുന്നില്ലല്ലോ, നിങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ പറയുന്നത് ഞാൻ പറയട്ടെ, എന്നോടാണ് ചോദ്യം. അംഗീകരിക്കണം എന്നുള്ള കാര്യത്തിൽ കോടതിയുടെ നടപടികൾ നമ്മളെല്ലാവരും അംഗീകരിക്കേണ്ടതുണ്ട്. പക്ഷേ അംഗീകരിക്കില്ല, ജഡ്ജ്മെന്റ് അംഗീകരിക്കില്ല എന്ന് പറയുന്ന ആർക്കും കഴിയില്ല. അല്ലല്ല ശ്രീ ആന്റണി രാജു, ഇപ്പോൾ എൻ്റെ കയ്യിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നിങ്ങനെ തള്ളി പോവുകയാണല്ലോ. അതിൽ പറയുന്നത്, രമേശ് ചെന്നിത്തല പറയുന്നത്, ഈ നിലപാട് കൈക്കൊണ്ടതിൻ്റെ പേരിൽ യു ഡി എഫിനുള്ളിൽ നിന്നും കോൺഗ്രസിനുള്ളിൽ നിന്നും കടുത്ത സമ്മർദ്ദമാണ് എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. രമേശ് ചെന്നിത്തല സ്വന്തം കൈകൊണ്ട് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റാണിത്. അപ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞത് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം എന്ന് പറയുന്നത് വെറുതെയാണ് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടല്ലോ. 2, KM മാണി ഇനി കേസെടുക്കണം എന്നാണ് കോടതിയുടെ നിരീക്ഷണം വരുന്നതെങ്കിൽ KM മാണി മന്ത്രിസ്ഥാനത്ത് തുടരുമോ? അല്ല, ഇത് മന്ത്രിസ്ഥാനത്ത് തുടരുക എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയമല്ലേ നികേഷ്? അതൊക്കെ അങ്ങനെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ അല്ലേ? അങ്ങനെ ഒരെണ്ണം വരട്ടെ. ആ ഏത് സാഹചര്യത്തിൽ ഏത് നിരീക്ഷണമാണ് നടത്താൻ പോകുന്നതെന്നുള്ളത് മുൻകൂട്ടി പറയാം. അങ്ങനെ ഉണ്ടായാൽ എന്ത് സംഭവിക്കുന്നു? കോടതി നിരീക്ഷണം, കോടതി എന്ത് തീരുമാനമെടുക്കുന്നോ അത് ഞങ്ങൾ അംഗീകരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമുണ്ട്? വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ജോസഫ് ഗ്രൂപ്പായിരിക്കും ആദ്യം KM മാണി രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുക. നികേഷ്, നികേഷേ, ഈ KM മാണിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വാദിക്കാൻ ഇന്ന് ആകെ ഒരാളെ കേരളത്തിലുള്ളത് ആന്റണി രാജുവാണ്. പക്ഷേ നാളെ കോടതി വിധി വന്നാൽ മാണി രാജിവെക്കണമെന്ന് ആദ്യം പറയാൻ പോകുന്ന രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാൾ ഈ ആന്റണി രാജു ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. പിന്നെ ഒരു കാര്യം പറയാം, ഇവർ ഈ വിധി ഈ റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കിയാലേ ഈ രാജകുമാർ ഉണ്ണിയെ ഭീഷണിപ്പെടുത്തി അയാള് ആ കേസിൽ പ്രതിയാക്കപ്പെടും എന്ന അദ്ദേഹത്തെ ശക്തമായി ഭീഷണിപ്പെടുത്തിയതിനു ശേഷം ഈ രാജകുമാർ ഉണ്ണി കൊടുക്കേണ്ട മൊഴി കൊടുപ്പിക്കാതിരിക്കാൻ വേണ്ടി നടത്തിയ രാഷ്ട്രീയ കള്ളക്കളികളും സമ്മർദ്ദങ്ങളും ഒക്കെ ഇത് പുറത്തു വരേണ്ടി വരും. ഇവിടെ രമേശ് ചെന്നിത്തല വെറുതെ, നിങ്ങൾ രമേശ് ചെന്നിത്തലയെ പോലും UDF-നകത്ത് നിന്നും കോൺഗ്രസിനകത്ത് നിന്നും സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ രാജകുമാർ ഉണ്ണിയെ ഏതൊക്കെ വിധത്തിൽ ഇവർ സമ്മർദ്ദം ചെലുത്തി അവർ കൊടുക്കേണ്ട മൊഴി കൊടുപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇവർ കാണിച്ചിട്ടുള്ള കള്ളക്കളികളൊക്കെ കോടതിയിലൂടെ പുറത്തു കൊണ്ടുവരും. അപ്പൊ ഇവര് ഒരു കാര്യം വളരെ വ്യക്തമാണ്, KM മാണി കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്ന ക്ലീൻ ചിട്ടൊന്നും ഇവർക്ക് കൊടുക്കാൻ കഴിയില്ല. അതിനുവേണ്ട തെളിവ് കിട്ടിയിട്ടില്ല എന്ന ഒരു ന്യായമല്ലാതെ ഇത് കൈക്കൂലി വാങ്ങിയിട്ടില്ല വിജിലൻസിനോ ഈ നാട്ടിലെ ജനങ്ങൾക്കോ ഉമ്മൻചാണ്ടിക്കോ ആന്റണി രാജുവിനോ
KM മാണിക്ക് തന്നെ അറിയാം കൈക്കൂലി വാങ്ങി. അരുവിക്കരയിൽ നിങ്ങൾ ജയിച്ചു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ജനകീയ അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ജനകീയ കോടതി മതിയല്ലോ. എല്ലാ കോടതി ഇപ്പൊ നിങ്ങൾ അല്ല ഇവിടെ ആന്റണി ഞാൻ പറയട്ടെ ആയിക്കോട്ടെ KM മാണി KM മാണിക്കെതിരെ 90,000 വോട്ട് കിട്ടിയിട്ടുണ്ട് എതിരായിട്ട്. അത് BJPയിലേക്ക് LDFിലേക്ക് പോയെന്നുള്ളൂ. അല്ല അപ്പൊ നിങ്ങൾ അതൊന്നും പറയല്ലേ. നിങ്ങൾ ഈ പറയുമ്പോ ഒരു കാര്യം, ആന്റണി രാജു ഗവൺമെന്റിനെതിരായി ഹൈക്കോടതിയുടെ ഒരു ബെഞ്ച് പറഞ്ഞു ഈ വിജിലൻസിനെ പറ്റി പറഞ്ഞപ്പോ ആന്റണി രാജു ഇപ്പൊ പറഞ്ഞെന്താ, ആ ഒരു ജഡ്ജ് പറഞ്ഞുകൊണ്ടെന്ന് കാര്യമില്ല, അതിന് അപ്പീൽ വേണ്ടി വരും. അപ്പൊ ഇവർക്ക് ഇഷ്ടപ്പെട്ട പറയുമ്പോ ഇവര് തോന്നിയ പോലെ ചെയ്യും. ഈ വിജിലൻസ് കോടതിയില് ആന്റണി രാജുവിന്റെ നേതാവായിട്ട് ഇപ്പൊ അംഗീകരിക്കില്ല. പക്ഷെ PC ജോർജിനെ കൊണ്ട് നിങ്ങൾ ആ പണ്ടത്തെ ആ ജഡ്ജിനെ എന്തൊക്കെ പറഞ്ഞ് ഓടിപ്പിച്ച മാന്യന്മാരാ നിങ്ങൾ ആൾക്കാർ. അപ്പൊ നിങ്ങൾ ഈ കോടതി വിധിയെ പറ്റി ഞങ്ങളോട് മാത്രം പറയണ്ട. ഞങ്ങൾ കോടതി വിധി ഞങ്ങൾക്ക് അനുകൂലമായി വരുമ്പോഴാണെങ്കിലും എതിരായിട്ട് വരുമ്പോഴാണെങ്കിലും ഞങ്ങൾ കോടതി വിധിക്ക് എതിരായി നിയമപരമായ പോരാട്ടമല്ലാതെ മറ്റു പോരാട്ടങ്ങൾ ഞങ്ങൾ നടത്താറില്ല. എന്റെ ആന്റണി രാജു ഇത് ഏത് കാലത്ത് പണ്ട് പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം വെച്ചുകൊണ്ട് നിങ്ങൾ കൊള്ളുന്നതുമെല്ലാം കോടതിയുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണ് എന്നാണ് രമേശ് ചെന്നിത്തല തുടക്കം മുതൽ അത് പറയുന്നുണ്ട്. കോടതിയുടെ സ്ക്രൂട്ടിനിയെ കുറിച്ച് അങ്ങനെ ഒരു സ്ക്രൂട്ടിനി സ്വാഭാവിക നടപടിയാണ് എങ്കിൽ തന്നെയും ഭരണാധികാരി കോടതിയുടെ സ്ക്രൂട്ടിനി ഉണ്ട് എന്ന് ആവർത്തിച്ചുറപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നീതിയോടുള്ള നിയമത്തോടുള്ള ബഹുമാനം കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഇവിടെ വിജിലൻസ് കോടതിക്ക് ഇനി പള്ളിയുടെ സമ്മർദ്ദമുണ്ടായിപ്പോയി എന്നൊന്നും പറഞ്ഞേക്കരുത് പിന്നീട്. കാരണം ഈ പറയുന്ന ഹോം മിനിസ്റ്റർക്കും വിജിലൻസ് ഡയറക്ടർക്കും സുകേശനും എല്ലാം തന്നെ സമ്മർദ്ദമുണ്ടായിരുന്നു എന്നുള്ളത് അവരുടെ വാക്കുകളിൽ നമുക്ക് വ്യക്തമാക്കാം. പക്ഷേ കോടതിയുടെ സ്ക്രൂട്ടിനി എങ്കിലും അംഗീകരിക്കണം എന്ന ശ്രീ ആന്റണി രാജുവിൻ്റെ വാക്കുകൾ ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുന്നു. ബിജു രമേശ്, ആന്റണി രാജു ഇത്രയും ഉറപ്പിച്ച് പറയുന്ന കേട്ടപ്പോൾ കോടതി അവരുടെ നിയന്ത്രണത്തിലായി എന്നുള്ളൊരു സംശയം എന്റെ മനസ്സിൽ അറിയാതെ തോന്നിപ്പോയതാണ്. അത്ര ആധികാരികമായി കോടതി ഇത് തള്ളും എന്ന് ഒരാൾ പറയുമ്പോൾ കോടതിയുടെ ജഡ്ജ്മെന്റ് എങ്ങനെയാണ് ഇത്ര ശക്തമായി ആന്റണി രാജുവിനെ പോലെ തിരുവനന്തപുരത്തുള്ള ഒരു വക്കീൽ അഡ്വക്കേറ്റ് ആയിട്ടുള്ള അദ്ദേഹം പല കോടതികളുമായി ബന്ധമുള്ളവരാണ്, നിയമവകുപ്പ് മന്ത്രിയാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അത് തള്ളും, വിജിലൻസ് കോടതി തള്ളുമെന്ന് ഒരു ഉത്തരവിടുന്ന പോലെ ഒരു ജഡ്ജിയുടെ മനസ്സ് പറയുന്ന പോലെയാണ് ശ്രീ ആന്റണി രാജു പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതിനകത്ത് എന്തോ വളരെ ശക്തമായ എന്തോ ഒരു സമ്മർദ്ദം അവിടെയും ചെലുത്തിയിട്ടുണ്ടോ എന്ന് കോടതിയെ പോലും സ്വാധീനിക്കാനായിട്ട് എല്ലാവരെയും ഏത് രീതിയിലും ഭീഷണിപ്പെടുത്തിയോ സമ്മർദ്ദങ്ങൾക്കോ വഴങ്ങിക്കൊണ്ടാണ് സാക്ഷികളെ പോലും അട്ടിമറിക്കപ്പെട്ടത്. ആ ഒരു സാഹചര്യത്തിൽ എന്നെ പോലും വളരെയേറെ സമ്മർദ്ദമുണ്ട്, എന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും എന്നെ ബാക്കി മുന്നോട്ട് പോകാതിരിക്കാൻ എന്നെ ഏതൊക്കെ രീതിയിൽ സമ്മർദ്ദങ്ങൾ ചെയ്യാൻ പറ്റുന്നോ എന്നെ ചെയ്യുന്നുണ്ട്. ശ്രീ VS സുനിൽകുമാർ, നേരത്തെ ശ്രീ ആന്റണി രാജു പറഞ്ഞതുപോലെ UDFനുള്ള ഓരോ വോട്ടും KM മാണിക്കുള്ള വോട്ടാണ് എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇപ്പോൾ ജനം KM മാണിക്ക് അനുകൂലമായി വോട്ട് ചെയ്തിരിക്കുന്നു. രാഷ്ട്രീയമായി നിങ്ങളെ പൊതുസമൂഹം പരിഗണിച്ചില്ല എന്ന് CPIയുടെ നേതൃയോഗവും വിലയിരുത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ടെന്താണ്? നികേഷേ, ഈ പരാജയം എന്ന് പറഞ്ഞാൽ പരാജയം തന്നെയാണ്. സാങ്കേതികത്വമൊന്നും ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ പരാജയപ്പെട്ടു. അതിൻ്റെ അർത്ഥം 23 കൊല്ലം ജയിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് അവർ ജയിച്ചു, 23 കൊല്ലം പരാജയപ്പെട്ടുകൊണ്ടിരുന്ന സ്ഥലത്ത് ഞങ്ങൾ വീണ്ടും പരാജയപ്പെട്ടു. ഞങ്ങൾക്ക് ജയിക്കാവുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു, പക്ഷേ പല കാരണങ്ങളാൽ ഞങ്ങൾ ജയിച്ചില്ല. പക്ഷേ ഇവരൊരു കാര്യം മനസ്സിലാക്കണം, അവിടെ കിട്ടിയിരിക്കുന്ന വോട്ടുകളെല്ലാം മാണിക്ക് അനുകൂലമായി കിട്ടിയ വോട്ടാണെന്ന് വിചാരിക്കേണ്ട. അവർക്ക് ഈ നടത്തിയ ഗവൺമെന്റിന്റെ അഴിമതിക്കെതിരായിട്ടുള്ള വലിയ വോട്ട് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ മാത്രമൊന്നും അല്ലല്ലോ, ഈ നാട്ടിലെ എല്ലാ മാധ്യമങ്ങളും എല്ലാം പറഞ്ഞ കാര്യങ്ങളാണല്ലോ. അതിന്റെ അടിസ്ഥാനത്തിലാണ് BJPയുടെ 34,000 വോട്ടും ഞങ്ങളുടെ വോട്ടുമൊക്കെ ചേരുമ്പോൾ ഈ ഗവൺമെന്റിന് അനുകൂലമായിട്ടുള്ള വോട്ടല്ലല്ലോ. ഇന്ന് ഏതോ ഒരു MLA അവിടെ പറയുന്ന പോലെ ഞങ്ങൾക്ക് എതിരായിട്ടാണ് ഈ വോട്ടുകളൊക്കെ വന്നതെന്ന് പറയുന്ന പോലെ BJPയുടെ UDFന്റെ വോട്ട് LDFിനെതിരായിട്ടുള്ള വോട്ടാണ് സമർത്ഥിക്കാൻ വേണ്ടി പോലും ഇപ്പോൾ കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ അഹങ്കാരം മൂത്ത് ഇപ്പോൾ CPI പോലും CPMലേക്ക് LDFിലേക്ക് UDFിലേക്ക് ക്ഷണിക്കാൻ പോകുന്ന അഹങ്കാരത്തിലേക്ക് അവർ വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ ഈ അഹങ്കാരങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കട്ടെ. അപ്പോൾ ഇവർക്ക് കിട്ടിയിരിക്കുന്ന സത്യം പറഞ്ഞാൽ ഈ പരാജയം ഞങ്ങൾക്കൊരു പാഠമാക്കാനും ഞങ്ങളുടെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങളുടെ പ്രവർത്തനം കുറ്റമറ്റതാക്കാനും വേണ്ടി ഞങ്ങൾ സഹായിച്ചു എന്നാണ് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ പരാജയത്തോടു കൂടി KM മാണിക്ക് ക്ലീൻ സീറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നു, നാട്ടിലെ ജനങ്ങളൊക്കെ KM മാണിക്ക് അനുകൂലമാണ് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഇവരങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ
ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യുന്നു. KM മാണിയും കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിക്കുള്ള അംഗീകാരമാണ് കേരളത്തിലെ ജനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇവർ വിചാരിക്കുന്നതെങ്കിൽ ഞങ്ങൾ അതിനെ തെറ്റു പറയാനൊന്നും പോകുന്നില്ല. പക്ഷേ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവം വെച്ചുകൊണ്ട് ഞങ്ങൾ കൃത്യമായ നിലയിൽ ആത്മാർത്ഥമായി ജനങ്ങളുടെ മുമ്പിൽ തന്നെ ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ആ ജനങ്ങളോട് കാര്യങ്ങൾ ഇനിയും പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങളെ ജനങ്ങളെ വിശ്വാസമെടുത്ത് മുന്നോട്ട് പോകാൻ ചെയ്യും. അതിലൊന്നും ഒരു സംശയം വേണ്ട നികേഷ്. ഇടതുപക്ഷ ജനാധിപത്യം പരാജയപ്പെട്ടു, ഇതാ ഇവിടെ ഉമ്മൻചാണ്ടിക്കും കൂട്ടരും ഈ ഭരണസ്ഥിരത കൊടുക്കാൻ പോകുന്നു എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളൊന്നുമില്ല ഞങ്ങൾ. ശ്രീ ബിജു രമേശ്, തന്റെ വ്യവസായം നഷ്ടപ്പെട്ട ഒരു ബാർ ഉടമ ഉന്നയിക്കുന്ന ജൽപ്പനങ്ങൾ, അതിനപ്പുറത്തേക്ക് ഇതൊരു വിഷയമേ അല്ല എന്ന നിലപാടാണ് UDF എടുത്തിട്ടുള്ളത്. ആ നിലപാടിനുള്ള സാധൂകരണമാണ് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ്. ഇത് സർക്കാരിൻ്റെ വിലയിരുത്തലാകുമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞതിനൊപ്പം തന്നെ പ്രതിപക്ഷ ഉപനേതാവ് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് ഈ മണ്ഡലത്തിൽ UDF-ന് അനുകൂലമായി ചെയ്യുന്ന ഓരോ വോട്ടും KM മാണിക്ക് അനുകൂലമായ വോട്ടായിരിക്കും എന്നാണ്. രണ്ടും നടന്നിരിക്കുന്നു. സർക്കാരിന് അനുകൂലമായ വോട്ടായിരിക്കുന്നു, KM മാണിക്ക് അനുകൂലമായ വോട്ടായിരിക്കുന്നു. അതായത് UDF പറഞ്ഞതാണ് ശരി എന്ന് ജനം അംഗീകരിച്ചിരിക്കുന്നു. ഇതൊരു തൻ്റെ വ്യവസായം നഷ്ടപ്പെട്ട ബാർ ഉടമയുടെ ജൽപ്പനം മാത്രമാണെന്ന്. ഒന്നാമത്തെ കാര്യം, അവിടെ ഉള്ള പല പ്രദേശങ്ങളിലും ഇന്നും TV സൗകര്യങ്ങളോ മാധ്യമങ്ങളോ പത്രങ്ങളും വായിക്കാത്ത ഒരു നല്ലൊരു വിഭാഗം ജനതയുണ്ട്. എനിക്ക് ആ പ്രദേശങ്ങൾ നന്നായിട്ട് അറിയാന്നുള്ളതാണ്. എല്ലാ വർഷങ്ങളും ബിജു രമേശ്, 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ വലിച്ച് പുറത്തിട്ടത് ഉത്തർപ്രദേശിലെ ജനതയാണ്. അവിടെ അന്ന് TV-യും പത്രവും ഒന്നും ഉണ്ടായിരുന്നില്ല. രാഷ്ട്രീയ സാക്ഷരതയും യഥാർത്ഥ സാക്ഷരതയും അക്ഷര സാക്ഷരതയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇല്ല നികേഷ്, അവിടുത്തെ ജനത്തിന്റെ വിലയിരുത്തലാണെങ്കിൽ UDF-ന് 50% മുകളിൽ വോട്ട് കിട്ടേണ്ടതല്ലേ? നമ്മൾ മൊത്തത്തിലുള്ള വോട്ടെടുത്ത് നോക്കിയാൽ 30% അല്ല, നമ്മുടെ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഭൂരിപക്ഷം കിട്ടുന്നവരാണ് വിജയിച്ചത്. ജയിച്ചു 100% അത് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ മൊത്തത്തിൽ ജനങ്ങൾ 60% വോട്ട് അവിടെയുള്ള ജനങ്ങൾ എതിരായിട്ടാണ് വോട്ട് ചെയ്തത്. അവിടെ വോട്ടിന്റെ എണ്ണം എടുക്കുമ്പോഴത്തേക്കും 39% ഇവർക്ക് കിട്ടിയിട്ടുള്ളൂ. 60% ഇവർക്ക് എതിരെ UDF-ന് എതിരായിട്ട് തന്നെയാണ് ജനങ്ങൾ ഇത് ചെയ്തത്. ആ വോട്ട് മൂന്നായിട്ട് വീതിച്ചു പോയപ്പോൾ രണ്ട് തട്ടുകളിലേക്ക് പോയപ്പോൾ മാത്രമാണ് BJP-യിലേക്ക് കുറെ വോട്ടുകൾ പോയതിന്റെ ഭാഗമായിട്ടാണ് ഇത് പൊളിഞ്ഞു പോയത്. തോറ്റവർ ഉന്നയിക്കുന്ന മുടന്തൻ ന്യായം മാത്രമാണത്. ആണ്. പക്ഷെ അതിന് വസ്തുത അവിടെ ജനം മൊത്തം ഭൂരിപക്ഷം ഈ UDF-ന് അംഗീകരിച്ചിട്ടുണ്ടെന്ന് പറയരുത്, തെറ്റാണ്. പിന്നെ അവിടെ ഒരുപാട് രീതിയിലുള്ള അടിയൊഴുക്കുകളും സമ്പത്തുകളും മദ്യങ്ങളും ഒക്കെ അവിടെ ഇഷ്ടംപോലെ ഒഴുക്കിയിട്ടുണ്ട്. ഒരു ഇലക്ഷനും ഇല്ലാത്ത രീതിയിൽ അവിടെ ഓരോ മന്ത്രിമാരും അവിടെ തന്നെ സംഭരിച്ച് കാര്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളും സമ്പത്തുകളും ഒഴുക്കി തമിഴ്നാട് മോഡലിലായിരുന്നു അവിടെ ഇലക്ഷൻ നടന്നത്. കാരണം തമിഴ്നാട്ടിലൊക്കെ ഇലക്ഷന് ഇതെല്ലാം കോടിയേരി പറയുന്നതാണ് ബിജു രമേശ് ആവർത്തിക്കുന്നത്. അതാണ് ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചന ആക്ഷേപിക്കുന്നത് UDF. സത്യമായിട്ട് നികേഷ് എന്റെ കൂടെ വാ, ഞാൻ അവിടുത്തെ വീടുകളിൽ പോയ 5000 രൂപ വെച്ച് വാങ്ങിച്ച വീടുകൾ ഓരോരോ വീടുകളും കാണിച്ചു തരാം. കാര്യം എന്തായാലും ശ്രീ ആന്റണി രാജു, സുനിൽ കുമാറിന് സന്തോഷമേ ഉള്ളൂ. നിങ്ങളുടെ അഴിമതിക്കുള്ള അംഗീകാരമായിട്ടാണ് ഇതെടുക്കുന്നതെങ്കിൽ കാവിലെ പാട്ട് മത്സരത്തിന് കാണിച്ചു തരാം എന്നാണ് സുനിൽ പറയുന്നത്. അല്ല, സുനിൽകുമാർ ഇപ്പോൾ പറഞ്ഞത് എനിക്കുള്ള മറുപടിയല്ല. അദ്ദേഹം ശ്രീ കോടിയേരി ബാലകൃഷ്ണനുള്ള മറുപടിയാണ് അദ്ദേഹം കൊടുത്തത്. ഞങ്ങളല്ല പറഞ്ഞത് അവിടെ കൊടുക്കുന്ന ഓരോ വോട്ടും KM മാണിക്കുള്ള വോട്ടാണെന്ന് പറഞ്ഞത് കേരള കോൺഗ്രസോ UDF-ഓ അല്ല. ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഇപ്പോൾ തർക്കത്തിൽ നിൽക്കുന്ന CPM-ൻ്റെ നേതാവ് ശ്രീ കോടിയേരി ബാലകൃഷ്ണനാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവരിന്ന് CPM എക്സിക്യൂട്ടീവ് യോഗം ചേർത്ത് തീരുമാനിച്ചത് ഇത് CPM-ൻ്റെ കുഴപ്പം കൊണ്ടാണ് തോറ്റത്, പ്രചരണത്തിലെ അപാകത കൊണ്ടാണ് തോറ്റത്. ഇങ്ങനെയൊക്കെ അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടെ പറഞ്ഞു പോയപ്പോൾ സുനിൽ പോലും എത്ര ബാലിശമായ ആർഗ്യുമെന്റ്. 50% വോട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ 39% ഞങ്ങൾക്ക് എന്തൊരു ബാലിശോ. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഏറ്റവും ഒടുവിൽ നടന്നത് അവിടെ അസംബ്ലിയിലെ തെരഞ്ഞെടുപ്പ് നടന്നത് പാർലമെന്റിലാണല്ലോ. അവിടെ വിലയിരുത്തൽ നടന്നത് 52,000 വോട്ട് കിട്ടിയ നിങ്ങൾക്ക് 46,000 വോട്ട് കിട്ടിയ ഞങ്ങൾക്ക് 56,000. ജനങ്ങൾ ആരോടൊപ്പമാണ്? ഇതിനേക്കാൾ വലിയൊരു ആരോപണവും പിന്നെ UDF-നെതിരെ ഇനി നിങ്ങൾ കൊണ്ടുവരാനില്ലല്ലോ. ഏറ്റവും വലിയ ആരോപണങ്ങൾ കൊണ്ടുവരുന്ന അവസ്ഥയിൽ നിങ്ങളുടെ അവസ്ഥ ഇതാണെങ്കിൽ നാളെ നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ ദയനീയമായി ഇതാണ് പോക്കെങ്കിൽ ഈ മുന്നണിയാലാണ് നിങ്ങൾ മത്സരിക്കുന്ന, ഈ മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നതെങ്കിൽ കുത്തുവാളയെടുത്ത് പ്രതിപക്ഷത്തിരിക്കാൻ പോലും ആള് കിട്ടാത്ത അവസ്ഥയിലേക്ക് ജനങ്ങളുടെ വിഷയമെടുത്ത് നികേഷേ, ഈ ആന്റണി രാജു ആ മുന്നണിയിലുണ്ടോ എന്നുള്ള കാര്യം അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അറിയാം.
ഈ CPI എന്ന് പറയുന്ന പാർട്ടി ഈ ആന്റണി രാജുവിന്റെ പാർട്ടിയെ കണ്ടും കോൺഗ്രസിനെ കണ്ടും LDF ഉണ്ടാക്കിയതല്ല. ഈ ഒരു മുന്നണിയിൽ ഉണ്ടാകുമ്പോൾ ഏറ്റവും വലിയ സ്ഥാനം മുഖ്യമന്ത്രി സ്ഥാനമാണ്. ആ മുഖ്യമന്ത്രി സ്ഥാനം PK വാസുദേവൻ വലിച്ചെറിഞ്ഞൊരു മുന്നണി ഉണ്ടാക്കിയപ്പോൾ ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന CPIയെ ഇവർ ഇമ്മാക്കി കാണിച്ച് വിളിച്ച പോകുന്ന പാർട്ടിയാണ് CPI എന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഇവരെന്ത് കണ്ട് രാഷ്ട്രീയത്തെ പറ്റി ബാലപാഠം അറിയുന്ന ആൾക്കാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എങ്ങനെ തീരുമാനം എടുക്കുന്നു എന്ന് അറിയാത്ത ആളുകൾ, ഈ ഉമ്മൻചാണ്ടിയുടെ പാർട്ടിക്കാർ ഉമ്മൻചാണ്ടി പറയുന്നത് കേട്ട് ആന്റണി രാജുവിനെ പോലുള്ള ആളുകൾ തളയ്ക്കണ്ട. നിങ്ങൾ എവിടെ വരെ എത്തുമെന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പം ഞങ്ങളിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അരുവിക്കര തോറ്റോടുകൂടി ഇവരുടെ പകിരി വിരിച്ച് നടക്കട്ടെ, നന്നായി നടക്കട്ടെ. ജനങ്ങൾ കാണുന്നുണ്ട് ആന്റണി രാജു. ഈ അരുവിക്കര മുതൽ കാസർഗോഡ് വരെ ആളുകളുണ്ട്, ഈ മലയാളികളുണ്ട്. ആ മലയാളികൾ എന്താണ് വിചാരിക്കുന്ന കാര്യം, എന്താണ് നടക്കാൻ പോകുന്ന കാര്യം ജനങ്ങൾ തീരുമാനിക്കട്ടെ. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ഈ രാജ്യം വിട്ടൊന്നും പോകാൻ പോകുന്നില്ല. ഞങ്ങൾക്കാണോ തെറ്റുപറ്റിയത്, നിങ്ങൾക്കാണോ തെറ്റുപറ്റിയത്, ജനം തീരുമാനിക്കട്ടെ. എന്തായാലും നാളെ നമുക്ക് ഇന്ന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകും. സുനിലും ഒപ്പം തന്നെ ആന്റണി രാജുവും അഡ്വക്കേറ്റ് ഉദയഭാനുവും ബിജു രമേശും നാളെ ഇതേ സമയം ചർച്ചയിൽ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു, ക്ഷണിക്കുന്നു. ഇടവേള.